ഇന്ന് അയ്യങ്കാളി ജയന്തിയാണ്. ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെ അഹോരാത്രം പോരാടിയ അയ്യങ്കാളിയുടെ 162ാം ജന്മവാർഷിക ദിനം. അടിച്ചമർത്തപ്പെട്ടവരുടെയും നീതി നിഷേധിക്കപ്പെട്ടവരുടെയും ശബ്ദമായിരുന്നു അയ്യങ്കാളി. അയിത്തം കൊടികുത്തിവാണ കാലത്ത് തൊട്ടുകൂടായ്മയ്ക്കും വിവേചനങ്ങൾക്കുമെതിരെ പോർമുഖം തുറന്ന നവോത്ഥാന നേതാവ്. എല്ലാ ജാതിക്കാർക്കും പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായി നടത്തിയ നെടുമങ്ങാട് ചന്തലഹളയും വില്ലുവണ്ടി യാത്രയും ദളിതരുടെ വസ്ത്രധാരണത്തിനുള്ള സമരങ്ങളും നീതിക്കായുള്ള പോരാട്ടങ്ങളായി മാറി. 1914 കല്ലുമാല സമരം കേരള ചരിത്രത്തിലെ സുപ്രധാന അധ്യായമാണ്. ജന്മികുടിയാൻ ബന്ധത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കും ചൂഷണത്തിനുമെതിരായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അസമത്വം അനുഭവിച്ച എല്ലാ ജാതി മതസ്ഥരുടെയും ഉന്നമനമായിരുന്നു സംഘടനയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസം എന്നത് ജാതി മത ചിന്തകൾക്കപ്പുറമായിരിക്കണമെന്ന് ഒരു ജനതയോട് ആഹ്വാനം ചെയ്തു അയ്യങ്കാളി. തുടർച്ചയായ പ്രക്ഷോഭങ്ങളിലൂടെ എല്ലാവർക്കും സ്കൂളുകളിൽ പഠിക്കാനുള്ള അവകാശം നേടിയെടുത്തു. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിന് തിരുവിതാംകൂർ മഹാരാജാവിനെ അഭിനന്ദിക്കാനെത്തിയ മഹാത്മാഗാന്ധി വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ സന്ദർശിച്ചു. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി മാറിയ നവോത്ഥാന നായകൻ വിടവാങ്ങിയത് 1941 ജൂൺ 18. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.